പോണ്ടിച്ചേരി സർവകലാശാലയിലെ ലൈംഗികാതിക്രമ ആരോപണങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് SFI നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം. 6 പെൺകുട്ടികൾ ഉൾപ്പെടെ 24 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. പോലീസും സർവകലാശാല ജീവനക്കാരും വിദ്യാർത്ഥികളെ മർദ്ദിച്ചുവെന്നാണ് ആരോപണം. പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത പോലീസ് മണിക്കൂറുകൾക്ക് ശേഷമാണ് വിട്ടയച്ചത്. സർവകലാശാലയുടെ കാരക്കൽ സെന്റർ മേധാവി പ്രൊഫസർ മാധവയ്യക്കെതിരെ ഉയർന്ന ലൈംഗികാതിക്രമ പരാതിയിൽ നടപടി ആവശ്യപ്പെട്ടായിരുന്നു വിദ്യാർത്ഥികൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുന്നിൽ പ്രതിഷേധിച്ചത്. കാരക്കൽ ക്യാമ്പസ് സെന്റർ ഹെഡ് ഡോക്ടർ C. മാധവയ്യയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് വകുപ്പ് ഫാക്കൽറ്റി അംഗം A. പ്രവീണും വിദ്യാർത്ഥിനികളോട് മോശമായി പെരുമാറിയെന്നാണ് ആരോപണം. ഇതിലൊരു വിദ്യാർത്ഥിനിയുടെ പീഡന പരാതിയുടെ ശബ്ദ സന്ദേശവും പുറത്തുവന്നിരുന്നു. മാധവയ്യ മോശം സന്ദേശങ്ങൾ അയച്ചുവെന്നും നഗ്നചിത്രങ്ങൾ ആവശ്യപ്പെട്ടുവെന്നുമാണ് വിദ്യാർത്ഥി ആരോപിക്കുന്നത്. നഗ്നചിത്രങ്ങൾ നൽകിയില്ലെങ്കിൽ ഇന്റേണൽ മാർക്ക് കുറയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിലുണ്ട്. தலைவா நான் அப்படி பண்ண நான் அப்படிலாம் கிடையாது. அப்ப அவன் கிளியர் கட்ட வீசிக்கிட்ட எல்லாத்தையும் சொல்லிட்டான். சரிதான், எனக்கு அவனுக்கு பயம் எடுத்து போச்சு, நம்மள எங்கன்னா வச்சிருவாங்கன்ட்டு. நீ நல்லா பேசணும்னா சொல்லு, வந்து பேசுறேன். யார்கிட்ட பேசுறேன்? ஈசி கிட்ட பேசட்டுமா? என்ன பேச போற? ஒண்ணும் இல்ல சார், இது ட்ரெண்ட் சார். நீங்க புதுசா வந்தீங்க, அவருக்கு அடுத்து அந்த பீரியட்ல இப்படிதான் சார், நம்ம எல்லாம் பேசாத விட்டு எல்லாம் சரியா போயிடும் சார். அப்ப ஆரம்பிச்சு இப்படிதான் அப்படின்னா எல்லாம் அவங்கவுங்க பாட்டுல இருக்க போறோம். இது வந்து பாண்டிச்சேரி யூனிவர்சிட்டி ட்ரெண்ட் சார். இதெல்லாம் பேசாத விட்டுருங்க சார். அப்படியே பிரவீன் மேல கம்ப்ளைண்ட் வந்தா கூட பேசாத விட்டு அவங்க வேலையை பாருங்க சார், ப்ளீஸ் டோன்ட் டேக் இட் சார் அப்படின்னு சொல்லிட்டு முடிஞ்சு போச்சு. ஈஸி நீங்க தான் சொன்னாரு. your name is not that, you don't bother சொல்லிட்டார்ல. அப்ப பாத்தீங்களானா இது டைம் இல்ல. எங்க பிசி நான் நம்பலைங்க, உங்களுக்கு புரிய மாட்டேங்குது. இங்க பாருங்க, விசி வந்து நான் விசி வந்து 1ஆம் நம்பர் ஃப்ராட் பையன் அவன். இந்த இப்ப இருக்கிற விசி வந்து பக்கா ஜெரோமு லெனினோட தூக்கு. புரியுதுங்களா? പരാതിയിൽ നടപടിയെടുത്തില്ലെന്നും ആഭ്യന്തര പരാതി പരിഹാര സമിതിയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചെന്നും ആരോപിച്ചാണ് വിദ്യാർത്ഥികൾ സമരം ചെയ്തത്. വിദ്യാർത്ഥികളെ കാണാൻ കൂട്ടാക്കാതെ VC ക്യാമ്പസ് വിടാൻ ശ്രമിച്ചതും പ്രശ്നം വഷളാക്കി. വിദ്യാർത്ഥികൾ VCയുടെ വാഹനം തടയുകയായിരുന്നു. പ്രതിഷേധക്കാരെ മാറ്റാൻ സുരക്ഷാ ജീവനക്കാർക്ക് സാധിക്കാതെ വന്നതോടെ പോലീസ് എത്തി ലാത്തിചാർജ് നടത്തുകയായിരുന്നു. ലൈംഗിക പീഡന പരാതിക്കെതിരെ ശബ്ദമുയർത്തിയവരെ കസ്റ്റഡിയിലെടുക്കുകയും കുറ്റാരോപിതരായ പ്രൊഫസർമാരെ സ്വതന്ത്രമായി വിടുകയും ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് SFI പറഞ്ഞു. ആഭ്യന്തര പരാതി പരിഹാര സമിതിക്ക് 1 വർഷം മുൻപ് നൽകിയ പരാതി പോലും പരിഹരിക്കപ്പെട്ടില്ലെന്നും ലൈംഗിക പീഡനങ്ങൾ തുടരുകയാണെന്നും കുട്ടികൾ ആരോപിക്കുന്നു. എന്നാൽ വിദ്യാർത്ഥികൾക്ക് നേരെ മനഃപൂർവ്വം അതിക്രമം നടത്തിയിട്ടില്ലെന്നും പ്രശ്നം സമാധാനപരമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായ നീക്കങ്ങളിലൂടെ വിദ്യാർത്ഥികൾ തടയുകയാണെന്നുമാണ് സർവകലാശാല അധികൃതരുടെ പ്രതികരണം. ഇൻവോൾവിംഗ് ദ ഫാക്കൽറ്റീസ്, ഞങ്ങളെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ്, ഈ ക്യാമ്പസിലെ സ്റ്റാഫുകൾ, ഈ ക്യാമ്പസിലെ മറ്റു വർക്കേഴ്സ് എല്ലാം ഇൻവോൾവ് ആകുകയും ഈ സെക്ഷൽ ഹറാസ്മെന്റ് കൂടി വരുന്ന സാഹചര്യമാണ് ക്യാമ്പസിനകത്തുള്ളത്. എന്നാൽ ഈ സെക്ഷൽ ഹറാസേഴ്സ് എല്ലാം ക്യാമ്പസിൽ ഒരു പ്രശ്നവും ഇല്ലാതെ നടക്കുന്ന സമയത്ത് ഇവിടുത്തെ സർവൈവേഴ്സ് കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയാണ് ഉണ്ടാവുന്നത്. ICCയിൽ നിന്ന് ഇവർക്ക് വളരെ രീതിയിലുള്ള വിക്ടിം ബ്ലെയിമുകൾ, കംപ്ലൈന്റ് ചെയ്തതിന്റെ പേരിൽ ഫൈനുകൾ, ഇതെല്ലാം ആണ് യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നടപടി സ്വീകരിക്കണം. SFI ഏതറ്റം വരെ പോകാൻ തയ്യാറാണ്. ഈ ഫാക്കൽറ്റീസിനെതിരെ, ഈ സെക്ഷൽ ഹറാസേഴ്സിനെതിരെ നടപടി സ്വീകരിക്കണം. ICC UGC ഗൈഡ്ലൈൻസ് പ്രകാരം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന 2 ഡിമാൻഡ്സുമായിട്ട് SFI മുന്നോട്ട് പോവുകയാണുള്ളത്. എന്നാൽ VCയും രജിസ്ട്രാറും അഡ്മിനിസ്ട്രേഷനകത്ത് ഉണ്ടായിരുന്നിട്ട് പോലും ജനറൽ സ്റ്റുഡൻസിനെ അഡ്രസ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അവർ പോലീസിനെ വിളിച്ചു വരുത്തി വളരെ ബ്രൂട്ടലായ രീതിയിൽ ജനറൽ സ്റ്റുഡൻസിനെയും നമ്മുടെ SFI കോംറേഡ്സിനെയും അടിച്ചമർത്തി റോഡിലൂടെ വലിച്ചഴച്ച് ഡീറ്റെയിൻ ചെയ്യുകയാണ് ഉണ്ടായത്. 6 വുമൺ കോംറേഡ്സ് ഉൾപ്പെടെ 25 കോംറേഡ്സ് ഇപ്പോഴും ഡീറ്റെയിൻഡ് ആണ്. എന്നാൽ SFI ഈ സമരം തുടരുക തന്നെ ചെയ്യും. ഞങ്ങളുടെ 2 ഡിമാൻഡ്സ് അംഗീകരിക്കുന്നത് വരെ, ഈ ക്യാമ്പസിലെ മുഴുവൻ പ്രശ്നങ്ങളും അഡ്രസ് ചെയ്ത് കഴിയുന്നത് വരെ SFI ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കും. Subscribe to One India and never miss an update.